ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവനൊക്കെ തലയിൽ കയറിയിരിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? 10 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അമ്മ 8 മണിക്ക് ഇറങ്ങിയേക്കും. ഞാനും അച്ഛനും അമ്മയും കൂടി കാറിൽ കയറി പോവേണ്. അടിയന്തരമായിട്ടും പെട്രോൾ അടിക്കണം. അങ്ങനെ പമ്പിലെത്തി ചുച്ചുവിന് ഡ്രസ്സ് എടുക്കാൻ ടെക്സ്റ്റൈൽസിലാണ് അടുത്ത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇടപെട്ട് ഒരു ഡ്രസ്സ് എടുത്തു. അമ്മയുടെ നോട്ട് സാരിയിലെത്തണമ്പോൾ നിർത്തണം. കണ്ണടകളെന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഒരു കണ്ണാടി എടുത്തു. 3 പേരുടെ വണ്ടി കയറി നേരെ ചുച്ചുവിന്റെ വീട്ടിൽ. അവിടെ എത്തി ചുച്ചുവിനെ കാത്ത് നിൽക്കുകയാണ്. അവൻ സന്തോഷത്തോടെ കൊച്ചിച്ചാന്ന് വിളിച്ചാണ് ഈ കണ്ടത്. അവന് ഞാൻ എന്ന് പറഞ്ഞ ജീവനാണ്. ഞാൻ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ അടുത്ത് അവന് ഭയങ്കര സ്നേഹമാണ്. കെട്ടി വലിക്കുന്ന വണ്ടിയെ പോലെ അച്ഛനെ വലിച്ചോണ്ട് പോവേണം അവൻ എന്നെ തന്തയ്ക്ക് വിളിച്ചു പോകുന്നൊരു സംശയം. അമ്മ അവിടെ പോയി ചക്ക വളക്കാൻ തുടങ്ങി. ചുച്ചു ആണെങ്കിൽ എന്റെ തലയിൽ കയറി ഞെരങ്ങാനും അവൻ എന്നെ ടെഡി ബിയർ പോലെ എന്നെ എടുത്തിട്ട് അടിക്കുന്നതും ഇടിക്കുന്നതും. 3 വയസ്സായപ്പോൾ തന്നെ എന്റെ തലയിൽ കയറി ഞെരങ്ങാൻ തുടങ്ങി. അവൻ എന്നെ എന്ത് ചെയ്യുമോ നിന്നെ അറിയത്തില്ല. അവൻ കാണാതെ അവനെ പറ്റി ചൊളിച്ച് കാർ എടുത്തോണ്ട് വെളിയിൽ പോവാണ്. വണ്ടി ഓടിക്കുന്നതാണ് എന്റെ ഒരേ ഒരു ചേട്ടൻ. എന്റെ അത്ര ഗ്ലാമർ ലുക്കും ഇല്ലെങ്കിലും അവൻ എന്റെ ചേട്ടനാണ്. എന്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കുറെ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഞാനും അവനും എവിടെയാണ് പോകണമെന്ന് അടുത്ത വീഡിയോ കാണാം. ബൈ.